കാഞ്ഞിരപ്പള്ളി ഇത്തവണ അതിശക്തമായൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രധാനമായും കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യന്റെ സാന്നിധ്യമാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. പ്രചരണം തുടങ്ങി കുറച്ച് ദിവസമായിട്ടുള്ളൂ. എങ്ങനെയാണ് ഒരു പൾസ്? ആദ്യ റൗണ്ട് കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും പ്രധാനപ്പെട്ട ആൾക്കാരെ കാണുകയും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. നല്ല ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. എന്താണ് അതിൻ്റെ ഒരു കാഞ്ഞിരപ്പള്ളി BJPക്ക് ഒരു ശക്തിയുള്ള സ്ഥലമാണ് പ്രാഥമികമായിട്ട്. അതിൻ്റെ പ്രശ്നം വികസനം തന്നെയാണ്. ഈ നരേന്ദ്രമോദിജിയുടെ വികസനം അത് ഭാരതത്തിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ള വികസനം കേരളത്തിലും വേണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം നരേന്ദ്രമോദിജി വന്നതിന് ശേഷമാണ് കേരളത്തിലുള്ള ജനങ്ങൾ ഒരു ദേശീയപാത കാണുന്നത്. അതിനുമുമ്പ് അവർ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും പോകുമ്പം കണ്ടിട്ടുണ്ട്. ഒരു പോർട്ട് കേരളത്തിൽ 30 വർഷമായിട്ട് ശരിയാണ് ഇവിടുത്തെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ശ്രമിച്ചാണ് മുഖ്യമന്ത്രി. പക്ഷേ അത് യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതുപോലെ റെയിൽവേയുടെ വികസനം, എയർപോർട്ടുകളുടെ വികസനം, എല്ലാ രംഗത്തുമുള്ള വികസനം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഹോസ്പിറ്റലുകൾക്ക്, എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് അഡീഷണൽ ബ്ലോക്ക് കൊടുക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള ഹോസ്പിറ്റലുകൾക്ക്, സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ്സുകൾ കേരളത്തിൽ വന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം, സർക്കാർ സ്കൂളുകൾ. അപ്പോൾ അതുകൊണ്ട് ആ വികസനം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയുടെ വികസനമാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ കേരളത്തിൻ്റെ വികസനം സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി 2047 ഒരു വികസിത ഭാരതം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മാറാത്തതും മാറും എന്നുള്ള മുദ്രാവാക്യം. മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം മാറുന്നു, ഈ കേരളവും മാറണം എന്നുള്ള രീതിയിലേക്കാണ്. ഒരു രാഷ്ട്രീയമല്ല, വികസനമാണ് പ്രധാനം. വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് നമ്മൾ. ഈ ഡോക്ടർ N. ജയരാജ് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് വലിയ അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായ വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. ഇപ്പുറത്തെ റോണി, അദ്ദേഹവും പ്രദേശവാസി കൂടിയാണ്. ഈ രണ്ടു പേരുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്? അല്ല, ഞാൻ ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. കാരണം ഓരോ ആശയത്തിൻ്റെ കുഴപ്പമാണ്, ആശയങ്ങളുടെ. കാരണം കേരളത്തിലുള്ള നിലനിൽക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇവിടെ വിജയിച്ചവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രെഡിറ്റിന് വേണ്ടിയുള്ള രാഷ്ട്രീയം, വികസനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവരുന്നതിനെ മുടക്കുക, മറ്റേ ആൾ വരുമ്പോൾ അടുത്തയാൾ മുടക്കുക, അങ്ങനെ നിരന്തരമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ആശയത്തിൻ്റെ കുഴപ്പമാണ്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ അവർ ബഹുമാന്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് എതിർ സ്ഥാനാർത്ഥികളെന്ന് പറയുന്ന അവർ ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിയോഗികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ആശയമാണ് പ്രശ്നം. ആശയമാണ് അവർക്ക് തടസ്സമുണ്ടാക്കുന്നത്. ആശയത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേരളം പിന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് എടുത്തു നോക്കൂ. അടിസ്ഥാന വികസന രംഗത്ത് ഇൻഡസ്ട്രി, അതുപോലെ തൊഴിലവസരങ്ങൾ, അവിടെയെല്ലാം കേരളം പിന്നിലല്ലേ. വിദ്യാഭ്യാസം, ഞാനിവിടുത്തെ നിലവാരത്തെയോ അധ്യാപകരുടെ നിലവാരത്തെയോ ഒന്നും ചോദ്യം ചെയ്യില്ല. ഇവിടുത്തെ കോളേജുകളിൽ 4ഉം 5ഉം കുട്ടികൾ പഠിക്കുന്നു, 30ഉം 35ഉം ക്ലാസ്സിൽ. അതേ സമയത്ത് അതേ കോഴ്സിന് മറ്റ് സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി റെക്കമെൻഡേഷന് വേണ്ടി വരുന്നു. അപ്പം ആ വിദ്യാഭ്യാസ രംഗത്ത് എന്തോ കുഴപ്പമുണ്ട്. അത് തകർക്കുകയാണ്, രാഷ്ട്രീയ തിമിരം കൊണ്ട് തകർക്കുകയാണ്. അപ്പം അതെല്ലാം വളരെ വ്യക്തമാകുന്നത് വികസനം വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എന്തെങ്കിലും പരിപാടി നടപ്പിലാക്കിയാൽ മോഡിക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോകും. ഇപ്പം ഞാൻ പറയാം, ആയുഷ്മാൻ ഭാരത് 2 എന്ന് പറയുന്ന 70 വയസ്സിന് മുകളിലുള്ള ആദായം നോക്കാതെ കൊടുക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നിടത്ത് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാകുന്നില്ല. അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ചോദിച്ചാലും പൂർത്തിയായില്ല എന്നാണ് പറയുന്നത്. 90% രജിസ്ട്രേഷൻ. കാരണം ഇന്ന് രജിസ്ട്രേഷൻ എടുത്ത് 1 വർഷം കഴിയുമ്പോൾ 69 വയസ്സുകാർ മുഴുവൻ 70 വയസ്സുകാരായില്ല. അപ്പോൾ അതുപോലെ പല പദ്ധതികളും നടപ്പിലാക്കാതെ, അല്ലെങ്കിൽ ജൽജീവൻ പദ്ധതി അത് എത്ര മോശമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന, അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ഏറ്റവും മോശമായിട്ട് നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം വേണം. ഇത് ജനങ്ങൾക്ക് ഉള്ളിലുണ്ടോ? ഞാൻ പ്രചരണത്തിന് പോകുന്ന അവസരത്തിൽ നരേന്ദ്രമോദിയുടെ വികസന മന്ത്രം അല്ലെങ്കിൽ വികസന രീതി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചോദ്യം ചെയ്യുന്നില്ല.
മാത്രമല്ല ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ യുദ്ധമൊക്കെ നടക്കുന്നത്. രാഷ്ട്രീയക്കാർ പൊതുവെ അംഗീകരിക്കുന്നുണ്ടാവും രഹസ്യമായിട്ടാണെങ്കിലും. പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരാണ് അത് ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കർഷകർക്ക് ആദ്യമായിട്ട് ഒരു 600 രൂപ വർഷം കൊടുക്കുന്നത്, മാസം 500 രൂപ, വർഷം 6000 രൂപ കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. അത് അതിനു മുമ്പ് ആരും കൊടുത്തിട്ടില്ലല്ലോ, ഈ ഇന്ത്യയിൽ ആരും കൊടുത്തിട്ടില്ലല്ലോ കർഷകർക്ക്. ഈ BJPക്ക് കേരളത്തിലൊരു പൊതുസ്ഥിതി എന്താണ് ഇത്തവണ? എത്ര സീറ്റുകളിലേക്ക് എത്തുന്നൊരു? ഈ NDA ഇപ്രാവശ്യം അധികാരത്തിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലായിടത്തും BJP അധികാരത്തിൽ വന്നിട്ടുള്ളത് എല്ലാം അങ്ങനെയാണ്. പക്ഷേ അത് അത്ര എളുപ്പമാണോ? സീറോയിൽ നിന്ന് സീറോ അതായത് ത്രിപുരയിൽ 1% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 20% വോട്ടുണ്ട്. 1% നിന്നാണ് ഭൂരിപക്ഷത്തിലേക്ക് വന്നത്. അതുപോലെ നമ്മുടെ ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ ഒന്നുമില്ലായ്മ പ്രധാന പ്രതിപക്ഷത്തേക്ക് വന്നത്. അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോഴേ ഞാൻ പറയാം. അതുപോലെ നമ്മുടെ ഹരിയാനയിൽ ഒരു കക്ഷിയുടെ കൂടിയിട്ടാണ് 3 കിട്ടിക്കൊണ്ടത്. ഈ എന്നോട് ആക്ഷേപിച്ചിട്ടുണ്ട് ആൾക്കാർ, എങ്ങനെ ഇന്ത്യയിൽ BJPയോ അധികാരത്തിൽ വരുമെന്നോ, 2 സീറ്റുള്ള നിങ്ങളോ എന്നോട് ചോദിച്ചിട്ടുള്ള എത്ര പേര് ചോദിക്കുമായിരുന്നു. അതിനുള്ള സമയമായോ എന്നുള്ളതാണ്. അതാ സമയം. 2 സീറ്റ് ഉണ്ടായിരുന്ന BJP അതിന് ശേഷം അധികാരത്തിൽ 96-ൽ അധികാരത്തിൽ വന്നില്ലേ. ഞങ്ങൾ 2000-ൽ അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്, 96-ൽ അധികാരത്തിൽ വന്നു. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യമാണ് ഞങ്ങളെ വളർത്തുന്നത്. കാരണം ഇത് ആക്ഷേപിച്ചിരുന്നില്ലേ, BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരും, ചിന്തിക്കാൻ പറ്റിയല്ല എന്നാണ് പറഞ്ഞത്. ആ പാർട്ടികളൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളത് ആ പാർട്ടികളൊക്കെ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 71-ൽ കൂടുതൽ സീറ്റ് കേരളത്തിൽ കിട്ടും എന്നുള്ള അങ്ങനെ ഒരു കണക്കാണോ? NDA കേരളത്തിൽ അധികാരത്തിൽ വരും. അത് അതിൻ്റെ കെമിസ്ട്രിയും അല്ലെ അതൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. NDA അധികാരത്തിൽ വരും, കേരളത്തിൽ അധികാരത്തിൽ വരും. സുരേന്ദ്രൻ കഴിഞ്ഞ 35 സീറ്റ് അങ്ങനെയല്ല പറഞ്ഞു, ഇന്ത്യ കേരളത്തിൽ അധികാരം. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. കാരണം അത് ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. 20 കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും 25 ആകാം, 30 ആകാം. 30 കഴിഞ്ഞാൽ ഈക്വലായില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതിന് ഈ മറ്റ് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പണ്ഡിതന്മാരുടെയോ വിശകലനം ചെയ്യുന്നവരുടെ അനുവാദമൊന്നും വേണ്ട, ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി. അത് കാഞ്ഞിരപ്പള്ളിയിലൊരു എത്ര മുന്നോട്ട് പോകും, എത്ര ഭൂരിപക്ഷം എന്നുള്ള ചിന്തയുണ്ടോ? അത് സൗകര്യപ്രദമായിട്ടുള്ള ഭൂരിപക്ഷം. അല്ലാതെ ഇനിയിപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിറങ്ങിയ അവസരത്തിൽ ഞാൻ അങ്ങനെയൊന്നും പ്രതികരിച്ചിരുന്നില്ല. അപ്പോൾ റൗണ്ട് കഴിഞ്ഞു. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലൊരു കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ? അല്ല, എൻ്റെ പ്രവർത്തനങ്ങൾക്കായിരിക്കും, മന്ത്രി എന്നുള്ള രീതിയിലല്ല. കാരണം എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ തന്നെ NDA അധികാരത്തിൽ വരും എന്ന വലിയ ആത്മവിശ്വാസമാണ്. മാത്രമല്ല കാഞ്ഞിരപ്പള്ളി ഇത്തവണ NDAക്കൊപ്പം നിൽക്കുമെന്നും ജോർജ് കുര്യൻ പറയുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.